ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ആദിക്കുട്ടൻ്റെ ആനുവൽ ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആദിക്കുട്ട അതാ വരുന്നു. ഫസ്റ്റ് തന്നെ റാംബോ ഒക്കെ ആയിരുന്നു. കോസ്റ്റ്യൂമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അവർ ഏത് ഡ്രസ്സാണ് ഇട്ട് വരുന്നത് ആ ഡ്രസ്സിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം വന്ന് എല്ലാവരെയൊക്കെ ഒന്നിങ്ങനെ നോക്കി കൈ വീശപ്പോഴേക്കും മറ്റേ കുട്ടി ഒറ്റയ്ക്ക് എൻ്റെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കംപ്ലീറ്റ് ഒന്നും എടുത്തില്ല. ഇതത് കഴിഞ്ഞ് ആദ്യക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡാൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് ഈ സൈഡിൽ ലെഫ്റ്റിൽ നിൽക്കുന്നത് ആദ്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യം ഇത്ര നന്നായിട്ട് കളിക്കുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം അവൻ പാട്ട് പാടാൻ അവന് ഇഷ്ടമായിരുന്നു, പക്ഷെ ഡാൻസ് കളിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവൻ ബാക്കിയെല്ലാം വീട്ടിൽ വന്ന് പറയുന്നു, പക്ഷേ ഈ ഡാൻസിൻ്റെ കാര്യമൊന്നും അവൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ഇവർ കുറേ ഹിന്ദിയൊക്കെ പാട്ടുകൾ കുറേ ഫാസ്റ്റ് നമ്പേഴ്സ് മിക്സ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ബാക്കിയുള്ള കുട്ടികളുടെ ഡാൻസൊക്കെ കളിച്ച് കാണിച്ച് തരും, പക്ഷെ ഇവൻ്റെ കാണിച്ച് തരാറുണ്ടായിരുന്നില്ല. അപ്പം മാമിനോട് ചോദിച്ചപ്പോഴും മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് സർപ്രൈസായിട്ട് അവിടെ നിന്ന് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അവൻ കളിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യണത് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ അവൻ കളിക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെന്താ വെച്ചാൽ അന്ന് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും, പിന്നെ ഏട്ടൻ്റെ അവിടെ നിന്ന് അമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് അപ്പോഴേക്ക് ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഇവനെ മാമ്മാർ അങ്ങനെ നേരെ ഡ്രസ്സിങ് റൂമിലേക്കാണ് കൊണ്ടുപോയി. അതായത് ഒരു 5:30-6 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ഇവനെ കാണുന്നത് 11 മണി 11:30-ക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ ഇവനെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മളടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പലരും വാശിയാവും, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യില്ല. അതുകൊണ്ടാണ് പിന്നെ അവരാദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ റൂമിലേക്ക് ആരും വരരുത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇവൻ ഈ പ്രോഗ്രാമിന് കയറുന്നതും ഇറങ്ങണതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളിവൻ കാണുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം പ്രോഗ്രാംസ്. കാരണം ഇവർ കുട്ടികൾ കുറവാണ്, KG LKG UKG മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും നന്നായി ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. അവർ ആ ഒരു ഏജിനുള്ളത്. പിന്നെ ഈ ഒരു പ്രായമുള്ള കുട്ടികൾ എന്താ വെച്ചാൽ എന്ത് ചെയ്താലും നമുക്ക് ആസ് എ പാരൻറ്റ് നമുക്കത് ഒരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞു. അടുത്തത് ഇവരുടെ സ്കേറ്റിങ്ങിൻ്റെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. സ്കേറ്റിങ്ങിനും ഉണ്ടായിരുന്നു. പിന്നെ കരാട്ടയ്ക്ക് ആദ്യം സ്കൂളിൽ കരാട്ടയ്ക്ക് ഉണ്ട്, പക്ഷേ പ്രോഗ്രാമിനുണ്ടായിരുന്നില്ല, സ്റ്റേജ് പ്രോഗ്രാമിനുണ്ടായിരുന്നില്ല. ഇതാ പോണതാണ് ആദ്യം കേട്ടോ. ഇവർക്ക് എന്താ വെച്ചാൽ സ്കൂളിൽ ഇവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള നിലത്താണ് ചെയ്യുന്നത്. ഇവിടെ മാറ്റ് ഇട്ടത് കാരണം ഇവർക്ക് അവിടെ സ്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ സ്കേറ്റിംഗ് ഷൂ നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ ഡാൻസിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവർ വീഴാൻ പോണതാണെന്നാണ്. കുറേ ഡാൻസിൻ്റെ സ്റ്റെപ്പായിരുന്നു, പക്ഷെ എന്നാലും ഇവർ ചെയ്തു. പക്ഷെ അവരങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലൊരു പേടിയായിരുന്നു കേട്ടോ, ഇപ്പോൾ വീഴും എന്നുള്ളത്. ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു അതിലും ഈ പ്രോഗ്രാമിലും ആദ്യമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ വേറെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല, എന്താ വെച്ചാൽ എല്ലാം കൂടെ എടുക്കുമ്പോഴേക്കും ഭയങ്കര വലിയ വീഡിയോ ആവും. പിന്നെ അതിൻ്റെ ഒന്നും ഓഡിയോ നമുക്ക് ഇടാനും പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. പിന്നെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഒരു അടിപൊളി തീം ബേസ്ഡ് പ്രോഗ്രാമായിരുന്നു കേട്ടോ. നമ്മുടെ വയനാട് മുണ്ടക്കയ ദുരന്തം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ആദ്യം ഇതിനകത്ത് പട്ടാളക്കാരനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ മറ്റേ ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാന്ന് പറഞ്ഞിട്ട് ആ പാട്ടുണ്ടല്ലോ, കുരുക്ഷേത്രത്തെ ആ ഒരു പാട്ടിലൊക്കെ ഇപ്പോൾ വരും പട്ടാളക്കാർ. അതിനകത്ത് ആദ്യമുണ്ട് ഒരു തോക്കൊക്കെ പിടിച്ചിട്ട്. ഇതൊക്കെ കാണാൻ അവർ അറേഞ്ച് ചെയ്തതും, അതായത് കുട്ടികളെ സ്റ്റേജ് കയറ്റുന്നതും ഇറക്കണതൊക്കെ അവർ നന്നായിട്ട് മാമുമാർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമതൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ അത് ചെയ്യുന്നത് ആ പോണതാണ് കേട്ടോ ആദ്യം ആ വരുന്നത്. ആദ്യക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചാടിത്തുള്ളി പോണതാണ് ആദ്യം. ഇപ്പം ഈ സൈഡിൽ നിൽക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. ഇവരൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിർത്തണതും, ഇവരെ മാമന്മാർ അതുപോലെ ഹെൽപ്പർമാർ 2-3 പേര്, പിന്നെ അതുപോലെ ഇവരെ കരാട്ടേൻ്റെ സാറ്, പിന്നെ ഇവരെ സ്കേറ്റിങ്ങിൻ്റെ സാറ്, അവരെല്ലാവരും കൂടെയാണ് ഇവരെ ഓരോ പ്രോഗ്രാമിന് കയറ്റുക. അതുപോലെ ഇവരെ പ്രോപ്പർട്ടീസ് കൊണ്ടുവന്ന് വെക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അടുത്തത് ഇനി ആദ്യക്കുട്ടിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ. പാട്ട് പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും വരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. Then
അടുത്തതും ആദിക്കുട്ടനുള്ളൊരു ഡാൻസ് ആട്ടോ. ഇവിടുന്ന് രണ്ടാമത് നിന്നിട്ട് നിൽക്കേണ്ടതാണ് ആദിക്കുട്ടൻ. ഇവരൊക്കെ കോസ്റ്റ്യൂം ഇതുപോലെ അടിപൊളി കോസ്റ്റ്യൂമുകളായിരുന്നു കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുള്ള, അതായത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നുമെങ്കിലും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഡ്രസ്സും അവർ മേക്കപ്പ് ചെയ്തതും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഏകദേശം ഒരേ സൈസുള്ളവരായതുകൊണ്ടേ കാണാൻ നല്ല രസമായിരുന്നു അവർ നിന്ന്. പിന്നെ എല്ലാവരും അത്യാവശ്യം കളിക്കണമുണ്ട് കേട്ടോ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ കളിക്കാണ്ട് അങ്ങനെയൊക്കെ നിന്നത്. ഇവരെന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് ഇതൊക്കെ തോന്നുന്നു 1 മാസം 1.5 മാസം കൊണ്ടൊക്കെ ഒരു സാറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാറ് പഠിപ്പിച്ച ഡാൻസും ഉണ്ട്, പിന്നെ മിസ്സുമാർ പഠിപ്പിച്ച ഡാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ അധിക സമയമൊന്നും ഇവർ കളിക്കില്ലല്ലോ. ഇവരെപ്പോഴും ഞാൻ മാമിനോട് ചോദിക്കുമ്പോൾ പറയും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവർക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇവരിതൊക്കെ ചെയ്യിച്ചിട്ടുള്ള. ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ മാമ്മമാർ. അപ്പോൾ ഇത് ഏകദേശം എന്താ പരിപാടി തീരാനായി. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടെ കയറി നിന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ്റെ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ലാസ്റ്റ് സമ്മാനദാനം, ഭക്ഷണം പിന്നെ അവർക്ക് അവിടെ നിന്ന് കൊടുത്ത് വിടുക ചെയ്ത്. അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷേ വൈകും എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുമായിരുന്നു. ആദ്യക്കൂട്ടം ഇതിൽ ബാക്കിലെ മാമിൻ്റെ അടുത്ത് എവിടെയാണ് കേട്ടോ. ഇതിനകത്ത് ഫ്രണ്ടിൽ കാണാനില്ല. ഇതിനകത്ത് ഒരുവിധം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പിന്നെ കുറേ പേര് ഉറങ്ങി, അങ്ങനെയൊക്കെ രാത്രി ആയതുകൊണ്ട്. കാരണം 6 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. ഒരു 10:30 11 മണി വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും നല്ല എനർജിയിലായിരുന്നു കളിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ. ആ ഫ്രണ്ടിൽ നിന്നിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് അവരുടെ ഡാൻസ് സാറും തന്നെ കുട്ടികളെയൊക്കെ നന്നായിട്ട് സ്റ്റേജിൽ കയറാനും അങ്ങനെ എല്ലാറ്റിനും കറക്റ്റായിട്ട് റെഡിയാക്കി നിർത്തണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇനി അവർക്ക് ട്രോഫി കൊടുക്കലാണ്. ട്രോഫിയും പിന്നെ ഇതുപോലൊരു ക്രയോണിൻ്റെ എന്തിൻ്റെ ഒരു കിറ്റും ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിക്ക് പോയി ആദ്യക്കൂട്ടൻ അവിടെ എവിടെയോ ബാക്കിൽ എവിടെയോ ഉണ്ട് മാമിൻ്റെ അടുത്ത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി ട്രോഫി വാങ്ങിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വരിക, അങ്ങനെയായിരുന്നു. കുറേ ടൈമൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ട്രോഫി വാങ്ങിച്ചവരും ഒക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫിലെ ഫസ്റ്റത്തെ ആദ്യക്കൂട്ടൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കുറച്ച് സങ്കടമൊക്കെ ആയിരുന്നു കണ്ടപ്പോൾ. മീൻസ് അവനങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഭയങ്കര സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. പക്ഷെ എന്നാലും അവനങ്ങനെ അത്രയും ലേറ്റായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര വിഷമമായി. ആദ്യക്കൂട്ടൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.